കർത്താവ് വിവാഹബന്ധം വേർപെടാൻ പോകുന്ന സ്വന്തം വൈകാരിക ഭ്രാന്തിൻ്റെ പേരിലും അതുപോലെ തന്നെ എൻ്റെ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ ആവശ്യമായ മാനസിക പക്വതയില്ലാത്തതിൻ്റെ പേരിലും ഭാര്യ ഭർത്താക്കന്മാർ കുഞ്ഞുങ്ങളെ വഴിയാതരാക്കാൻ അകന്നു പോകുന്ന ക്രൂരകൃത്യങ്ങളുണ്ട്. കുഞ്ഞുങ്ങളെ ഇതുപോലെ അവരുടെ ബാല്യത്തെ കൊല ചെയ്യുന്നവർക്ക് മാനസാന്തരം ഉണ്ടാകണം. അവർക്ക് അവരുടെ മാനസാന്തരം ഉണ്ടായ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കാൻ വേണ്ടി അല്പം ചില അമ്മമാരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പന്മാരൊക്കെ ആ മക്കളെ ഓർത്താണെന്ന്. സത്യമാണ്. മക്കളെ ഓർത്ത് ത്യാഗം അനുഭവിച്ച് കുടുംബത്തിൻ്റെ ത്യാഗങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് നിശബ്ദമായി സാക്ഷ്യമായി പോകുന്ന എല്ലാവരെയും ഞാൻ ആസ്വദിക്കുന്നു. എല്ലാവരെയും ഞാൻ അനുഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ സമ്പത്താകുന്ന കൃപയാൽ നിങ്ങളുടെ ഹൃദയവും മനസ്സും ആത്മാവും നിറയട്ടെ. കർത്താവ് നിങ്ങളെല്ലാത്തിനും അതിജീവിക്കാൻ വേണ്ടി നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞാൽ കർത്താവിനോട് പറയുമ്പോൾ കർത്താവിൻ്റെ സഹനത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് കർത്താവ് നിന്നെ ബലപ്പെടുത്തട്ടെ. എൻ്റെ ഈ പ്രാർത്ഥനയിലൂടെ കർത്താവിൻ്റെ കൃപാസനം നടക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യരുടെ പ്രാർത്ഥനയിലൂടെ നിൻ്റെ ജീവിതം ബലപ്പെടട്ടെ. നീ ആശ്രയം വെച്ചിരിക്കുന്നത് ഉടമ്പടിയിലാണെങ്കിൽ ഉടമ്പടി എടുത്തിരിക്കുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവിത പ്രവർത്തനങ്ങളുടെ സുവിശേഷ സാക്ഷ്യങ്ങളുടെയും ഉപപ്രവർത്തനങ്ങളുടെയും നീ ദൈവപൈതലെ ഇന്നനുഭവിക്കുന്ന പ്രയാസങ്ങളെ അതിജീവിക്കാൻ ആവശ്യമായ ആത്മധൈര്യത്തിൻ്റെ അഭിഷേകം കൊണ്ടാവട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ നീ ഉച്ച മുതൽ ഉള്ളംകാല് വരെ കർത്താവിൻ്റെ തിരുരക്തത്തെ അഭിഷിക്തയാകട്ടെ. കർത്താവ് ഏത് മേഖലയാണോ നീ തകർന്നു കിടക്കുന്നത്, ഏത് മേഖലയാണോ നിനക്ക് സഹായം വേണ്ടത്, ഏത് മേഖലയാണോ നിന്നെ ചേർത്ത് നിർത്തേണ്ടത്, ഏത് മേഖലയാണോ നിന്നെ താങ്ങിയെടുക്കേണ്ടത്, ആ മേഖലയിൽ പരിശുദ്ധ അമ്മ ദൈവമാതാവ് യേശു ക്രിസ്തുവിൻ്റെ ചലനമറ്റ തിരുശരീരം പോലും കുരിശിൽ നിന്നെടുത്ത് താങ്ങിയെടുത്ത് മടിക്കിടത്തിയവളുടെ കൈകളിലേക്ക് ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു. നിങ്ങൾ ശക്തിപ്പെടുക, നിങ്ങൾ അതിജീവിക്കട്ടെ. കർത്താവിൻ്റെ കൃപ നിങ്ങൾ ആവശ്യിക്കട്ടെ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വരായ നീക്കുക. ആമേൻ.